റിത്തപ്പൻ്റെ പിറന്നാൾ ദിവസം ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ രാവിലെ എണീറ്റ് നേരെ പോയത് അമ്പലത്തിലോട്ടാണ്. അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോഴേ റിത്തപ്പൻ പറയുന്നത് അവന് മുണ്ട് വേണമെന്നാണ്. സോ മുണ്ടും ഒരു ജുബയൊക്കെ നമ്മൾ കടയിൽ നിന്ന് എടുത്ത് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. നമ്മുടെ അടുത്തുള്ള 2 അമ്പലത്തിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്ന് റിത്തപ്പൻ്റെ പേരിൽ അർച്ചനയും പായസമൊക്കെ കഴിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ നമ്മളങ്ങനെ സദ്യ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. സേമിയ പായസമാണ് വെച്ചത്. അതൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം അങ്ങ് എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമ്മുടെ പിറന്നാളിൻ്റെ ബാക്കി ആഘോഷമായിട്ട് നമ്മൾ നേരെ പോയത് പുണ്യം ബാലഭവനിലോട്ടാണ്. നമ്മുടെ 4 കുട്ടികളെന്ന് പറഞ്ഞാൽ റിത്തപ്പന് നമ്മുടെ ട്രിപ്ലറ്റ്സിൻ്റെ പേരിൽ നമ്മൾ അവിടുത്തെ അന്തേവാസികൾക്ക് എല്ലാവർക്കും സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടി ഇരുന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഏട്ടൻ്റെ ഫാമിലി, അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂട്ടിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ ചെന്ന് നല്ല പാൽപ്പായസമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.